നമസ്കാരം. ഒരു ഭവനത്തിന്റെ സകലവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും സുഖസന്തോഷങ്ങളും ആ വീടിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവികമായ പോസിറ്റീവ് ഊർജത്തോടും സാത്വിക അന്തരീക്ഷത്തോടും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജ്യോതിഷവിധികളും അനുഭവസിദ്ധമായ വാസ്തുശാസ്ത്ര തത്വങ്ങളും അനുസരിച്ച് ഒരു കുടുംബത്തിൽ ധനധാന്യങ്ങളും ദീർഘായുസ്സും ആരോഗ്യവും ലക്ഷ്മി കടാക്ഷവും ശാശ്വതമായി നിലനിൽക്കാൻ ആ ഭവനത്തിൽ വിശുദ്ധമായ ചില പൂജകളും നിത്യേനയുള്ള ദേവാലയ സമാനമായ ആചാരങ്ങളും അനുഷ്ഠിക്കുന്നത് ഏറെ ശ്രേഷ്ഠവും ഫലദായകവുമാണ്. ഏതൊരു ശുഭകാര്യത്തിന്റെയും തുടക്കത്തിനും വിഘ്നങ്ങൾ നീങ്ങുന്നതിനുമായി എല്ലാ മലയാള മാസത്തിലെയും ആദ്യ ദിനത്തിലോ അല്ലെങ്കിൽ വിശേഷ ചൊവ്വാഴ്ചകളിലോ ഭവനത്തിൽ വെച്ച് ഗണപതി ഹോമം നടത്തുന്നത് സകല തടസ്സങ്ങളെയും ദുരിതങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്ത് സർവകാര്യ വിജയവും സമൃദ്ധിയും പ്രദാനം ചെയ്യും. അതുപോലെ പൗർണമി ദിനങ്ങളിലോ വെള്ളിയാഴ്ചകളിലോ നവരാത്രി, തൃക്കാർത്തിക തുടങ്ങിയ പുണ്യദിനങ്ങളിലോ നടത്തുന്ന ഭഗവതീ സേവ, മഹാലക്ഷ്മി പൂജ, അഷ്ടലക്ഷ്മി അർച്ചന എന്നിവ കുടുംബത്തിലെ കടബാധ്യതകൾ, ദാരിദ്ര്യദോഷങ്ങൾ, തൊഴിൽ തടസ്സങ്ങൾ എന്നിവ അകറ്റി സർവ ഐശ്വര്യങ്ങളും വർദ്ധിപ്പിക്കാൻ ഉത്തമമാണ്. വർഷത്തിലൊരിക്കൽ വാസ്തുപൂജയും നവഗ്രഹ ശാന്തി പൂജയും നടത്തുന്നത് വീടിന്റെ വാസ്തുദോഷങ്ങളെയും ജാതകരീത്യാ ഉള്ള ഗ്രഹദോഷങ്ങളെയും അകറ്റും. നിത്യേനയുള്ള ആചാരങ്ങളിൽ ഏറ്റവും പ്രധാനം സന്ധ്യാദീപവും നാമജപവുമാണ്. ദിവസവും പ്രഭാതത്തിലും സന്ധ്യാസമയത്തും ശുദ്ധിയോടെ കിഴക്കോട്ടോ വടക്കോട്ടോ തിരിയിട്ട് ശുദ്ധമായ വെളിച്ചെണ്ണയിലോ നെയ്യിലോ ഭദ്രദീപം കൊളുത്തി കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് നാമജപം ചെയ്യുന്നതും ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, കനകധാരാ സ്തോത്രം, മഹാലക്ഷ്മി അഷ്ടകം എന്നിവ ഭക്തിപൂർവം ആലപിക്കുന്നതും ഭവനത്തിലെ സമസ്ത നെഗറ്റീവ് ഊർജങ്ങളെയും ആഭിചാര ദൃഷ്ടിദോഷങ്ങളെയും പൂർണ്ണമായി അകറ്റി ദേവതാ സാന്നിധ്യം ഉറപ്പാക്കാൻ സഹായിക്കും. ജ്യോതിഷപ്രകാരം വീടിന്റെ ഐശ്വര്യത്തിന്റെ പ്രധാന പ്രവേശന കവാടമെന്നത് വീടിന്റെ ഉമ്മറവും പ്രധാന വാതിലുമാണ്, സിംഹദ്വാരം. അതിനാൽ പ്രധാന വാതിൽ എപ്പോഴും വൃത്തിയും ഭംഗിയുമുള്ളതായി സൂക്ഷിക്കുകയും പൂമുഖത്ത് കിഴക്കോ വടക്കോ ദർശനമായി തുളസിത്തറ സ്ഥാപിച്ച് നിത്യവും രാവിലെയും വൈകുന്നേരവും വെള്ളമൊഴിച്ച് പ്രാർത്ഥിക്കുകയും വേണം. പ്രഭാതത്തിൽ സൂര്യോദയത്തിന് മുൻപായി വീട് തുറന്ന് പോസിറ്റീവ് ഊർജത്തെയും സൂര്യരശ്മികളെയും വീട്ടിനുള്ളിലേക്ക് കടത്തിവിടുക. ആഴ്ചയിലൊരിക്കലെങ്കിലും കല്ലുപ്പും മഞ്ഞളും കുറച്ചു വേപ്പിലയും ചേർത്ത വെള്ളം ഉപയോഗിച്ച് വീടും തറയും തുടച്ച് വൃത്തിയാക്കുക. സാമ്പ്രാണിയും ദശാംഗവും കർപ്പൂരവും പുകച്ച് ഭവനം സുഗന്ധപൂരിതമാക്കുക എന്നിവയും ഐശ്വര്യവർദ്ധനവിന് അത്യാവശ്യമാണ്. ഇവയ്ക്കെല്ലാം പുറമെ ഭവനത്തിലെത്തുന്ന അതിഥികളെയും സാധുക്കളെയും സന്മനസ്സോടെ സ്വീകരിച്ച് സൽക്കരിക്കുന്നതും അന്നദാനം നടത്തുന്നതും പക്ഷിമൃഗാദികൾക്കും ഉറുമ്പുകൾക്കും ദിനവും ഭക്ഷണവും വെള്ളവും നൽകുന്നതും പിതൃദോഷങ്ങളും ഗ്രഹദോഷങ്ങളും അകറ്റി വലിയ പുണ്യവും ദൈവാനുഗ്രഹവും കൊണ്ടുവരും. എങ്കിലും ജ്യോതിഷപ്രകാരം നാം ഓർക്കേണ്ട ഏറ്റവും ലളിതമായ സത്യം, എത്ര വലിയ ദ്രവ്യങ്ങൾ ചെലവഴിച്ച് പൂജകൾ നടത്തിയാലും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹവും വയോധികരോടും മാതാപിതാക്കളോടുമുള്ള ബഹുമാനവും വാക്കുകളിലെ മധുരവും നിറഞ്ഞ സമാധാന അന്തരീക്ഷമാണ് യഥാർത്ഥ ലക്ഷ്മി സാന്നിധ്യമെന്നാണ്. ഈ പുണ്യകർമ്മങ്ങൾ ചിട്ടയോടെയും പൂർണ്ണ ഭക്തിയോടെയും അനുഷ്ഠിച്ചാൽ നിങ്ങളുടെ ഭവനത്തിൽ എപ്പോഴും സന്തോഷവും അഭിവൃദ്ധിയും അഷ്ടൈശ്വര്യങ്ങളും മായാതെ നിലനിൽക്കും എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്കോ വാസ്തുനിർദ്ദേശങ്ങൾക്കോ ആയി എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാവുന്നതാണ്. നന്ദി. ശുഭദിനം.